മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഉയരുന്ന പുതിയ പരാതികൾ അത് അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ സുനിൽ അരുമാനൂർ കൂടി വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുനിൽ, പ്രത്യേക അന്വേഷണ സംഘം, സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ 7 കേസുകൾ എടുത്തിട്ടുണ്ട്. നടൻ സിദ്ദിഖിനെതിരെ മറ്റൊരു കേസ് എടുത്തിട്ടുണ്ട്. അതുപോലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനം വന്ന കേസുകളിലാണ് ഇപ്പോൾ മുകേഷിൻ്റെ പേര് കൂടി വന്നിട്ടുള്ളത്. മുകേഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ മണിയൻപിള്ള രാജു ഉണ്ട്. അതുപോലെ അതിനകത്ത് ഇടവേള ബാബു ഒരു കേസിൽ പ്രതിയാണ്. ജയസൂര്യ ഒരു കേസിൽ പ്രതിയാണ്. അതുപോലെ സിദ്ദിഖിനെതിരായ പരാതിയിൽ ആ പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഇന്ന് എടുക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാ തലങ്ങളിലും ഉയർന്നു വന്ന വെളിപ്പെടുത്തലുകൾ ആകെ തന്നെയും പരിശോധിക്കുന്ന, സമഗ്രമായി പരിശോധിക്കുന്ന ഒരു പുതിയ സാഹചര്യം വേഗതയോടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് രാവിലെ മനസ്സിലാക്കേണ്ടത്. ശരത്ത്, സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പ് കൃത്യമായി സർക്കാർ പാലിച്ചു പോകുന്നു എന്നുള്ളത് ഓരോ ദിവസവും വ്യക്തമാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാരണം ഇരകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് ആവർത്തിച്ച് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് ഉന്നതനായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി അടക്കം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ പെട്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് നടിമാർക്ക് പരാതി നൽകാനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് വേണ്ട പിന്തുണയും നൽകിക്കൊണ്ട് രംഗത്തെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി ഇന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മുകേഷിനെതിരെ വരെ കേസെടുത്ത് നിൽക്കുന്ന നടപടികളിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം ADGP H. വെങ്കടേഷ് നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് പ്രധാനമായി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പരാതികന്മേലുള്ള തെളിവെടുപ്പും മൊഴിയെടുപ്പുമാണ്. കാരണം ഈ പരാതികളിൽ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് IPC ചുമത്തിക്കൊണ്ട് ഈ ഓരോ വകുപ്പുകളും, അതായത് ബലാത്സംഗം, അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഗൂഢാലോചന, അതുപോലെ സമ്മതമില്ലാതെ ആക്രമിക്കൽ തുടങ്ങിയ തരത്തിലുള്ള വകുപ്പുകളാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ വകുപ്പും ഇതിനകത്ത് കൃത്യമായി മൊഴി, അതായത് ഈ ഇര നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടത്തണം. അത് വിവിധ കേന്ദ്രങ്ങളിലാണ്, ഹോട്ടലുകളിൽ, ലൊക്കേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അതിൽ കൊച്ചിയിലുള്ള നടിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 കേസുകൾ എടുത്തിട്ടുള്ളത്. അത് ഇടവേള ബാബുവുണ്ട്, മുകേഷ് ഉണ്ട്, അതുപോലെ തന്നെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാരവാഹിയും കോൺഗ്രസ് നേതാവുമായ VS ചന്ദ്രശേഖരൻ ഉണ്ട്, അതുപോലെ തന്നെ മണിയൻപിള്ള രാജു, അതുപോലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ബിച്ചു എന്നിവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഇപ്പോൾ പരാതിയായി വന്ന സാഹചര്യത്തിലാണ് ഈ അന്വേഷണ സംഘത്തിന് അതാണ് സുനിൽ സൂചിപ്പിച്ച പോലെ അതിലെല്ലാം കേസുകളായി കഴിഞ്ഞു. 7 കേസുകളാണ് ആ നിലയിൽ വന്നിട്ടുള്ളത്. 2 പ്രൊഡക്ഷൻ കൺട്രോളർമാരാണുള്ളത്. ബാക്കിയുള്ളവരെല്ലാം നടന്മാരാണ്. സുനിൽ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ അത് ഉമേഷും ഷീജയും അക്കാര്യം നമ്മളുമായി പങ്കുവച്ചിരുന്നു.